നിഷാദ് റാവുത്തർ വിവരങ്ങൾ നൽകാനായി തത്സമയം ചേരുന്നുണ്ട്. നിഷാദ്, നമ്മളിങ്ങനെ ഓരോ റിപ്പോർട്ടുകളായി പരിശോധിക്കുകയായിരുന്നു. ഈ രക്ഷാപ്രവർത്തകരുടെ വാക്കുകൾ, അതുപോലെ തന്നെ ഈ ദുരന്തം അതിജീവിച്ചവരുടെ വാക്കുകളൊക്കെ കേൾക്കുകയായിരുന്നു. അവരുടെ ആ പേടിയും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ആശ്വാസവും ഒക്കെ നമുക്ക് അവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. 2 ദിവസമായി നിഷാദ് ആ പ്രദേശത്തുണ്ട്. ഈ ദുരന്തത്തിന്റെ യഥാർത്ഥ വ്യാപ്തി മനസ്സിലാവുന്നുണ്ടോ നിഷാദ്? നിശ്ചയമായി നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് മുണ്ടക്കൈ. അമൃത, ഏറ്റവും അധികം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് ദൃശ്യമാവുക, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ജീവൻ ബലി കഴിച്ചത്, ഈ ദുരന്തത്തിന് ഇരകളാക്കപ്പെട്ടത് ഈ സ്ഥലത്താണ്. നമുക്ക് ഏറ്റവും അതിൻ്റെ എവിടെ നിന്നാണ് ഈ ഉരുൾപൊട്ടി വന്നതിൻ്റെ പ്രഭവ കേന്ദ്രം കാണാൻ കഴിയും. എന്ന് വെച്ചാൽ ഞാൻ നിൽക്കുന്നതിൽ നിന്ന് 1.5 കിലോമീറ്റർ മുതൽ 2 കിലോമീറ്റർ ദൂരത്ത് അപ്പുറത്തു നിന്നാണ് ഈ ഉരുൾപൊട്ടി ഇവിടെ വന്നിട്ടുള്ളത്. അത്രയും ദൂരെ നിന്ന് ഉരുൾപൊട്ടി വന്ന് ഈ മേഖലയാകെ എടുത്തുകൊണ്ട് പോകുമെന്ന് സ്വപ്നത്തിൽ പോലും ആളുകൾ കരുതിയിട്ടുണ്ടാവില്ല. അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ആളുകൾക്ക് റിസ്ക് ഏരിയയാണ്, ആളുകൾ മാറി താമസിക്കും. ആദ്യത്തെ ചെറിയ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കുറേ അധികം പേര് ഇവിടുന്ന് മാറാൻ ശ്രമിച്ചു. വളരെ പെട്ടെന്ന് രണ്ടാമത്തേത് വന്നു. അതാണ് ഏറ്റവും വലിയ വിപത്തുണ്ടാക്കിയത് നമുക്കറിയാം. അപ്പോൾ അത്രയും 2 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് മലയുടെ മുകളിൽ നിന്ന് ഉരുൾപൊട്ടി ഇവിടെ വന്ന് ഈ ഏരിയ മുഴുവൻ ഇല്ലാതാക്കുമെന്നത് ആളുകൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്താണ് സംഭവിച്ചതെന്ന് കൂടി മരിച്ചുപോയ മനുഷ്യർക്ക് രാത്രിയിൽ മനസ്സിലായിട്ട് കൂടി ഉണ്ടാവില്ല. അതാണ് ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ വ്യാപ്തി. ഞാനിപ്പോൾ നിൽക്കുന്ന മുണ്ടക്കൈ എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ജംഗ്ഷനുണ്ട്. ടൗൺ വിളിക്കാൻ പറ്റില്ല, കുറച്ച് കടകളൊക്കെ ഉള്ള ഇവിടുത്തെ ആളുകൾ, ചെറിയ പോപ്പുലേഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരുടെ ഒരു ജംഗ്ഷൻ്റെ മുകളിലുള്ള ഒരു ചർച്ചിൻ്റെ പ്രമൈസിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ജംഗ്ഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും ഇല്ലാതായി. ഇപ്പോൾ അവിടെ ഒരു ചെറിയ പട്ടണം അല്ലെങ്കിൽ ഒരു ടൗൺ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ നമുക്ക് ഇത് കണ്ടാൽ, ഇപ്പോഴത്തെ ഒരു ഭൂമിശാസ്ത്രപരമായത് കണ്ടാൽ നമുക്കൊട്ടും മനസ്സിലാവില്ല. അതിന് തൊട്ടപ്പുറത്തൊരു വലിയ വീടുണ്ടായിരുന്നു. ആ വീടിന് താഴെ ആളുകളുണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുകയാണ്. അപ്പോൾ ഇപ്പം നിലവിൽ മരിച്ചവരുടെ കണക്കുകളില്ലാത്തവർ, അല്ലെങ്കിൽ ഈ രക്ഷപ്പെട്ടവരുടെ കണക്കിലില്ലാത്തവർ, അതുമായി പിന്നെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്ന അനുസരിച്ചുള്ള പരാതികൾ പരിഗണിച്ചുകൊണ്ടുള്ള പരിശോധന ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവണമെങ്കിൽ ഏറ്റവും മുകളിൽ 2 കിലോമീറ്റർ മുകളിൽ നിന്ന് പൊട്ടി ഒലിച്ചാണ് ഇതിവിടെ വന്നിരിക്കുന്നത്. ആദ്യം ഒരു ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നു. അതിന് തൊട്ട് താഴെ ഞാൻ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സീതക്കുണ്ട് എന്നൊരു ചെറിയ സ്ഥലമുണ്ട്, അവിടെ വന്ന് തങ്ങി. രണ്ടാമത്തേത് അതിനേക്കാൾ ഫോഴ്സ്ഫുൾ ആയിരുന്നു. അത് വലിയ പാറക്കല്ലുകളുമായി വരികയും ഈ ജംഗ്ഷനിൽ നിന്ന് പല സ്ഥലത്തേക്ക് വീശി അടിച്ചു. നമ്മളിവിടെ കാണുന്ന ഒരു 2 നില, തൊട്ട് താഴെ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ഒക്കെ മുകളിൽ അത്തം വരെ വെള്ളം വന്ന് നിറഞ്ഞ് ആൾക്കാരെ എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയും ഗ്യാലൻ കണക്കിന് വെള്ളം ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ട് ഇവിടെ വന്ന് കയറിയെന്ന് വിചാരിക്കണം. നമ്മളിവിടെ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ 3 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലം. എന്ന് വെച്ചാൽ ഏതാണ്ട് 2 കിലോമീറ്റർ ഇവിടെ നിന്ന് താഴേക്കുള്ള 3 കിലോമീറ്റർ, 5 കിലോമീറ്റർ ദൂരത്തിൽ അരമണിക്കൂറിൽ താഴെ സമയം കൊണ്ട് വിനാശകരമായ ഒരു പ്രളയം സംഭവിച്ചു കഴിഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ്, എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ പൂർത്തിയാവുന്നതിന് മുമ്പ് ഡാമേജ് സംഭവിച്ചു കഴിഞ്ഞു എന്നാണ് കാണേണ്ടത്. എന്ന് മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന സാധാരണ മറ്റ് അപകടങ്ങളുടെ ഒരു സ്വഭാവമല്ല. ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ വീടുകൾ, അവിടുന്നുള്ള വീട്ടുപകരണങ്ങൾ. ഇപ്പോൾ താഴെ നമ്മൾ പോയി വില്ലേജ് റോഡ് എന്ന സ്ഥലമുണ്ട്, അവിടെ നമ്മൾ ഇതെല്ലാം വന്ന് അടിഞ്ഞ സ്ഥലമാണ്. അവിടെയാണ് ഗ്യാസ് സിലിണ്ടറുകൾ, ഗ്യാസ് സ്റ്റൗകൾ, അല്ലെങ്കിൽ ആളുകളുടെ വീട്ടുപകരണങ്ങൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ്റെ പാർട്സ്, കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടങ്ങൾ, പന്ത് കളിക്കുന്ന പന്ത്, ഇതൊക്കെ വന്ന് അടിഞ്ഞിരിക്കുന്ന അവിടെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആളുകളെ കൊണ്ട് അതിവേഗത്തിൽ എടുത്തുകൊണ്ട് പോകുമായിരുന്നു. വീട്ടിൻ്റെ പോർഷൻസൊക്കെ ഇവിടുന്ന് ഒഴിച്ചു പോയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു മസ്ജിദാണ്. ആ മസ്ജിദിന് താഴെ അതിനകത്ത് ആളുണ്ടായിരുന്നു. ആളുകളെയും കൊണ്ടൊക്കെ കടന്നു പോവുകയും ചെയ്തു. ഇതിൻ്റെ മുകളിൽ വേറെ സ്ഥലമുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്ന മുണ്ടക്കൈ, ഇതിൻ്റെ മുകളിലുള്ള സ്ഥലമാണ് പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലം. അതിലേക്ക് പോകുന്ന റൂട്ടാണ് കാണുന്നത്. നമ്മൾ ആ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഒരു വഴിയിലൂടെ കടന്നിട്ടാണ് പോകുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയോടെ വന്നിരുന്നു. അദ്ദേഹം അവിടെ പോയി സന്ദർശിച്ചാണ് മടങ്ങിയത്. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ വരുന്നത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ അവിടുത്തെ ദൗത്യത്തിനായി പോയിരുന്ന ആളുകളെ വെതർ മോശമായി കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് ഇത് വൈൻഡപ്പ് ചെയ്യാണ് ചെയ്യുക. ആളുകളോട് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെടുന്നു തോന്നുന്നു. കാരണം അവിടെ നിന്നുള്ള എല്ലാ സംഘങ്ങളും ഇപ്പോൾ NDRFിൻ്റെയും ഇപ്പോൾ സൈന്യത്തിൻ്റെയും ഒക്കെ ടീം മുഴുവൻ മടങ്ങുകയാണ്. അവിടെയും കൂടുതൽ വീടുകൾ നഷ്ടപ്പെടുകയും ആളുകൾക്ക് ജീവാപായം സംഭവിക്കുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട സ്പോട്ടാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് മനസ്സിലാകണമെങ്കിൽ ഇവിടെ നിൽക്കണം. ഹെക്ടർ കണക്കിന് സ്ഥലം ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല ഒന്ന്. അപ്പോൾ ഇനി ഇവിടെ ഒരു പുനരാലോചന, മടങ്ങി വരവിൻ്റെ, പുനഃസൃഷ്ടിയുടെ ഒരു സാധ്യത അവശേഷിക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. കാരണം അങ്ങനെ പെർമിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. പിന്നെ ഒരർത്ഥത്തിലൊരു ശ്മശാന ഭൂമികയാണ്. ഇവിടേക്ക് ഇനി മനുഷ്യർക്ക് സമാധാനത്തോടെയും സന്തോഷത്തോടെയും വന്ന് അവരുടെ പ്രിയപ്പെട്ടവർ, സഹോദരങ്ങൾ, അവരെക്കുറിച്ചുള്ള കണക്കുകൾ പൂർണ്ണമാക്കാതെ നമുക്കിത് അവസാനിപ്പിക്കാൻ പറ്റൂ. എല്ലാവരെയും കണ്ടെത്തുക എന്നുള്ളത് ഇത്രയും ഈ പാരാവാരം പോലെ കിടക്കുന്ന സ്ഥലത്ത് എവിടെ തപ്പാനാണ്, എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഇന്നത്തെ ഇവിടുത്തെ തെരച്ചിൽ കൂടുതൽ മിഷനറി കൊണ്ടുവന്ന് പരിശോധിക്കുന്നു. നായ മണം പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രീകൃതമായ സ്പോട്ടുകൾ ഉണ്ടാക്കി പരിശോധിക്കുന്നു. പക്ഷേ ഇന്ന് നോ റിസൾട്ട്. ഇവിടെ കാര്യമായിട്ടുള്ള ഒരു പരിശോധനയും പരിശോധനയ്ക്കൊടുവിൽ ഒരു റിസൾട്ടും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബാക്കി ബോഡികളൊക്കെ താഴെയാണ് കണ്ടത്, ചാലിയാറിലാണ് കണ്ടെത്തിയത്. അപ്പോൾ ഇവിടെ പരിശോധന ആ നിലയ്ക്ക് റിസൾട്ട് ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പോൾ ഈ കാണുന്ന വിഷ്വൽ നോക്കൂ, അവിടെ ഒരു വലിയ വീടുണ്ടായിരുന്നു.
ആ വീടിൻ്റെ പൂർണ്ണമായും തകർന്ന ആ വീട്ടിനെ തകർത്തൊലിച്ചു. അവിടെ 4 ബോഡി കിട്ടി. ആദ്യത്തെ ദിവസത്തെ പരിശോധനയിൽ തന്നെ 4 ബോഡി കിട്ടിയ സ്ഥലമാണ്. ആ വീട് സമ്പൂർണ്ണമായും തകർത്തെടുത്തുകൊണ്ട് പോയി. ഇപ്പുറത്ത് നമുക്ക് കാണുന്നത് അവശേഷിക്കുന്ന ബിൽഡിംഗ് എന്ന് വെച്ചാൽ ഒരു ചെറിയ വീട്, അതിനിപ്പുറത്ത് ഒരു 5 മുറിയുള്ള ഒരു ചെറിയ ബിൽഡിംഗ് ആണ്, കടയാണ്. അതിന് മുകളിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു ലോക്കൽ ഓഫീസ് കാണാൻ പറ്റും. അതിന് താഴെ ഉണ്ടായിരുന്ന കടകളാണ്. കടകളെ മുഴുവൻ സമ്പൂർണ്ണമായും തകർത്തെടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇവിടെ കുറച്ചുകൂടി ലെഫ്റ്റ് സൈഡിലേക്ക്, ഇപ്പോൾ നമ്മൾ കാണുന്ന വിഷ്വൽസിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ കുറച്ച് മേഖലയുണ്ട്. അവിടുത്തെ ആളുകൾ രക്ഷപ്പെട്ട സർവൈവ് ചെയ്തവരാണ്. അവിടേക്ക് വെള്ളം പോയില്ല. വെള്ളം ഇവിടെ വന്ന് ഇവിടുത്തെ ആളുകളെ അല്ലെങ്കിൽ ഇവിടുത്തെ ബിൽഡിംഗ് ഒക്കെ മൊത്തം എടുത്ത് തിരിച്ചു വലിച്ച് താഴേക്ക് പോകുന്നതാണ് കണ്ടത്. പക്ഷേ അവരെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അവിടെ എന്തുമാത്രം സുരക്ഷിതമാണ്. അവരൊരു തരത്തിൽ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട ഒറ്റപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് ഇനി അവിടെ ജീവിതം എന്തുമാത്രം സാധ്യമാണ് എന്ന് പറയാൻ കഴിയില്ല. ഇപ്പം ഫോഴ്സസ് ആൻഡ് രക്ഷാദൗത്യ സംഘം എല്ലാവരും ഇവിടെ നിന്ന് മടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു 5 മണിയോടുകൂടി തന്നെ മുഴുവൻ ആളുകളെ ഇവിടെ നിന്ന് അപ്പുറം കടത്തുക. താഴേക്ക് ചെന്നാൽ അവിടെ ഒരു ബെയിലി പാലം ക്രോസ് ചെയ്യാനുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ചൂരൽമല ജംഗ്ഷനിലേക്ക് ചെല്ലാൻ. ആ ബെയിലി പാലം ക്രോസ് ചെയ്യുന്ന ഇവിടുത്തെ വെള്ളത്തിൻ്റെ സ്വഭാവം നോക്കിയാലേ നമ്മൾ ഈ കാലാവസ്ഥ ഒട്ടും ഫ്രണ്ട്ലി അല്ല. ഇവിടെ നമ്മൾ വന്ന അന്ന് മുതൽ തന്നെ നമ്മൾ കണ്ടാൽ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുക. അത്രയും ഫോഴ്സ്ഫുൾ അല്ലാത്ത മഴ ഇങ്ങനെ നിരന്തരം പെയ്തുകൊണ്ടിരിക്കുക. വെള്ളത്തിൻ്റെ സ്റ്റോറിങ് കൂടുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അങ്ങനെ ഈ വൾണറബിൾ ആകുക എന്ന് വെച്ചാൽ ഈ മലയുടെ ഭാഗമായിട്ട് ചേർന്നിരിക്കുന്ന ഉരുളൻ കല്ലുകൾ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആവുക. അവ ഈ ചെളിയും വെള്ളവും അതിൻ്റെ ചുറ്റും ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അത് ഇളകി എല്ലാം കൂടി ഒരുമിച്ചിങ്ങി പോരുക. അതാണ് സംഭവിക്കുക ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സാധ്യതകളെ ഇപ്പോഴും അവശേഷിപ്പിക്കുന്ന തരത്തിൽ വളരെ ഡേഞ്ചറസ് ആയിട്ടാണ് ഇവിടെ കാലാവസ്ഥ നിൽക്കുന്നതോട് കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈ ദൗത്യത്തിൽ ഏർപ്പെടുന്ന ആളുകൾ അല്ലെങ്കിൽ ഏതെന്തൊക്കെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ വളരെ റിസ്കി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ളതെന്ന് കൂടി പറയേണ്ട കാര്യമാണ്. അമൃത. ശരി, മുണ്ടക്കൈ ജംഗ്ഷൻ നിയന്ത്രിക്കുന്ന ഭാഗത്ത് നിന്നാണ് നിഷാദ് റാവുത്തർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.